ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കലവൂരിൻ്റെ വശ്യമായ സൗന്ദര്യത്തിലൂടെ ഒരു മഴക്കാല യാത്ര. കലവൂർ എന്ന് നോക്കുമ്പോൾ ധാരാളം ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ ഒരു കമ്പനിയാണ്. ഇതുപോലെ ധാരാളം കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ കലവൂർ, ആലപ്പുഴ ജില്ലയിലെ കലവൂർ. പണ്ടൊക്കെ ഈ കലവൂരെന്ന് കേൾക്കുമ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം കലവൂർ ഉണ്ട്, കലൂരും ഉണ്ട്. എറണാകുളത്ത് ഒരു കലൂർ, ഒരു നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു കലൂരും ഉണ്ട്. അങ്ങനെ ആണ്. പിന്നെ ഈ പത്രങ്ങളൊക്കെ വിശദമായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് കലവൂരിനെ പറ്റി കൂടുതൽ പറഞ്ഞത്. കലവൂർ എനിക്ക് എപ്പോഴും പത്രക്കളി അന്ന് ഈ കേരളകൗമുദി പത്രമായിരുന്നു. അത് വായിക്കുമ്പോൾ ഈ കലവൂർ ഗോപിനാഥിനെ പറ്റി, ഗോപിനാഥ് എന്ന് പറഞ്ഞ ആൾ, അതൊരു മറ്റേ ഈ SNDP യോഗത്തിൻ്റെ ഒരു പ്രസിഡന്റ്, അതൊരു ദേശീയ വോളിബോൾ താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലായി തമിഴ്നാട്ടിലൊരു സ്റ്റേഡിയം ഉണ്ട്. അതായത് ഈ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കോച്ചുമൊക്കെ ആയിരുന്നു കലവൂർ ഗോപിനാഥ്. ആ ഒരു വ്യക്തി കലവൂരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ. ഇവിടെ വരാൻ അവസരം, ജോലി ചെയ്യാനൊക്കെ അവസരം കിട്ടിയപ്പോഴാണ് ഈ കലവൂരിനെ പറ്റി അടുത്തത്. ഒത്തിരി ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ കാണിച്ച KSDP കണ്ടിപ്പോൾ ഈ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഈ ഒരു ഭൂപ്രദേശം തുടങ്ങുന്നത് തന്നെ ഇത് ദൂരദർശൻ കേന്ദ്രത്തിൻ്റെയാണ്. ദൂരദർശൻ പിന്നെ ഇത് ഇത് അത്യധികം പവറുള്ള പ്രസരണ കേന്ദ്രമാണ് ദൂരദർശൻ കേന്ദ്രം. ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഈയിടെ കേന്ദ്ര സർക്കാർ പിന്നെ പദ്ധതി ഇട്ടായിരുന്നു. പക്ഷേ നമ്മുടെ MP അവരൊക്കെ എതിർത്ത് അങ്ങനെ ഇതിനെതിരെ ഇതായിട്ട് പിന്നെ ഒത്തിരി ആക്ഷൻ എടുത്ത് അങ്ങനെ ഇത് നിലനിർത്തിയാണ്. ഈ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ഒരു പിന്നെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം മാഞ്ചിയം വൃക്ഷങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് എനിക്കതൊന്നും ഈ ആലപ്പുഴയുടെ തന്നെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ചേർത്തലയോട് ചേർന്ന് കിടക്കുന്ന ഒരു, എറണാകുളത്തിനോടും പിന്നൊക്കെ ചേർന്ന് കിടക്കുന്ന ഭൂവിഭാഗം, ആ ഒരു സ്വഭാവമുള്ളൊരു സ്ഥലം കൂടിയാണ് കലവൂർ. ഇത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ പിന്നെ ദൂരദർശൻ കേന്ദ്രത്തിൽ. അതുകൊണ്ട് മറ്റ് അതിമനോഹരമായ കിടക്കുന്നുണ്ട്. പാം ഫൈബർ എന്നൊരു സ്ഥലമാണത്. പാം ഫൈബർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് ഈ കടുക്ക്, പായ, അങ്ങനെ കയറ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് കലവൂരിലെ. കേരളീയമായ വാസ്തുശാസ്ത്ര നിർമ്മിതി പ്രകാരം സൃഷ്ടിച്ച ഒത്തിരി ശില്പങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഹൈവേയുടെ പണി നല്ല ഇതായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഹൈവേ 3 വരി ഇവിടെ നല്ല കറക്റ്റായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പാം ഫൈബർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമാണിത്. ഒത്തിരി ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒത്തിരി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്, ധാരാളം ജോലിക്കാർ, ഒത്തിരി ഫുൾ ഷിഫ്റ്റാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മെഷീൻ ഇത് സ്റ്റോപ്പാകത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് ദൂരദർശൻ കേന്ദ്രം. കണ്ട പ്രസാർ ഭാരതി, അതിശക്തി പ്രസരണി ആകാശവാണി, അതിശക്തി പ്രസരണി ഹൈ പവർ ട്രാൻസ്മിറ്റർ ആൾ ഇന്ത്യ റേഡിയോയുടെ ഇത് ഇവിടെ നിലനിർത്തി. കാരണം ഇവിടുത്തെ MP ഇടപെട്ട് അതിശക്തമായി പിന്നെ പാർലമെൻറ്റിൽ ഇടപെട്ട് നിലനിർത്തി പോകുന്നൊരു സ്ഥാപനമാണ് ഇത്. പിന്നെ ആകാശവാണിയൊക്കെ ഇപ്പം വളരെ ഈ പുതിയ മാധ്യമങ്ങളുടെ വരവോടുകൂടി അതിൻ്റെയൊക്കെ പിന്നെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് നിർത്തലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതും കേന്ദ്രീയ വിദ്യാലയം, ആലപ്പുഴ ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയം നിർത്തലാക്കുക. അത് ഈ നമ്മുടെ MP ശക്തമായ നിലപാടെടുത്ത് അത് മാറ്റിയെന്നാണ് അത് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ച് ജീവനക്കാരൊക്കെ ഉണ്ട്. ഭയങ്കരമായ ഏരിയയാണ്. അത്ര വലിയൊരു ടവറാണ് ഇവിടെ സൃഷ്ടിച്ചേക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ് മാർക്കെന്ന് തന്നെ, കലവൂരിൻ്റെ ഒരു ലാൻഡ് മാർക്കെന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലത്തെ ഒരു ടവർ അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഏക്കർ കണക്കിന്
സ്ഥലമാണ് ഇതുള്ളത്. വളരെ മനോഹരമായ കൊച്ചു ടൗൺ കൂടിയാണ് ഈ നമ്മുടെ കലവൂർ എന്ന് പറയുന്നത്. കാരണം കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ജീവിത ശൈലിയാണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ഇവിടെ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, സാധാരണ ജീവക്കാരാണെങ്കിലും ശരി, അവർ എല്ലാവരും കൃഷി, വീട്ടിലെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ഒരു ജനവിഭാഗമാണ് ഈ കലവൂരിലെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നെ അത് പത്രങ്ങളിലൊക്കെ വായിച്ചാലും അറിയാം, കഞ്ഞിക്കുഴി ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഒത്തിരി കൃഷിക്കാരുടെ വാർത്തകൾ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം. ഹൈവേയുടെ പണി അതിവേഗം ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് എനിക്ക് ഒന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. മറ്റേ 1 വേ 2 ലൈൻ നടുക്ക് പൂർത്തിയായി. അപ്പുറത്ത് ഒരു സർവീസ് റോഡ്. ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒരു വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതെനിക്ക് തോന്നി ആലപ്പുഴയുടെ ടൗൺ തൊട്ട് ഇങ്ങോട്ട് ചേർത്തല കലവൂരായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഈ മാഞ്ചിയമാണെന്ന് തോന്നുന്നു. അത് പണ്ട് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങനെ എന്തോ ഒരു പദ്ധതി ഉണ്ടായെന്നാണ് പറഞ്ഞത്. ഈ മാഞ്ചിയത്തിൻ്റെ തൈ വിതരണം ചെയ്ത് അങ്ങനെ കൊടുക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് മൊത്തം മാഞ്ചിയത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഉണ്ടല്ലേ? അതെല്ലാം നമ്മൾ കാണുന്നതെല്ലാം പ്രസാർ ഭാരതി ഈ ദൂരദർശൻ്റെ പിന്നെ സ്ഥലങ്ങളാണ് കാണുന്നത്. തണുപ്പ് സമയത്തൊക്കെ ഡിസംബർ മാസമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് നമുക്ക് നേരിയ മഞ്ഞ് ഞാൻ പല പ്രാവശ്യം കണ്ടുണ്ട്. രാവിലെ ഒരു 6 മണി സമയത്തൊക്കെ വരുമ്പോൾ വളരെ ശാന്തസുന്ദരമായ ഒരു പട്ടണമാണ് നമ്മുടെ കലവൂർ എന്ന് പറഞ്ഞാൽ. കലവൂർ തന്നെ വലിയ കലവൂരും ചെറിയ കലവൂരും ഉണ്ട്. ധാരാളം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം കൂടിയാണ്. അപ്പോൾ കലവൂർ ടൗണിനോട് നമ്മൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. KSTP, പാം ഫൈബർ, കയർ ബോർഡ് എന്നീ സ്ഥാപനങ്ങളാണ് ഈ ഒരു ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഒരു 2 മാർക്കറ്റോടുകൂടെ ഉണ്ട്. ഒരു മത്സ്യ മാർക്കറ്റ്, ഒന്നൊരു ഹോൾസെയിൽ ഇതാണ് മത്സ്യ മാർക്കറ്റും, പിന്നെ അല്ലാതെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന മത്സ്യം, പച്ചക്കറി എല്ലായിട്ടുള്ള ഒരു ചെറിയൊരു മാർക്കറ്റും ഉണ്ട്.